പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീമതി സുനിത ദേവദാസ്. ശ്രീമതി എന്നല്ല, സുനിത ദേവദാസ്. ആ കഥാപാത്രത്തെ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടാണ് കേൾക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരാളെ നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സുനിത ദേവദാസ് വലിയൊരു ചർച്ചാ വിഷയമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ. പിണറായി വിജയൻ സർക്കാരിനെയും CPM-നെയും ഒക്കെ അവസരത്തിലും അനവസരത്തിലും ന്യായീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ അവതരിച്ച ഒരു കഥാപാത്രമാണ് സുനിത ദേവദാസ്. അവർ എന്തോ ഇന്ത്യയിലില്ലെന്നോ കാനഡയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും അതിശക്തമായി ന്യായീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ പലരും അവതരിക്കുകയുണ്ടായി. അതിൽ അവതരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതയാണ് ഈ സുനിത ദേവദാസ്. അതുപോലെ തന്നെ ദീപ, നിശാന്ത്, അങ്ങനെ പല കഥാപാത്രങ്ങളുണ്ട്. CPM ഈ പറഞ്ഞ പോലെ ജീർണിച്ച സമയത്ത് മുളപൊട്ടി വന്ന ചില സംവിധാനങ്ങളാണ് ഈ വനിതകളൊക്കെ. വനിതകളിൽ ഈ പറഞ്ഞതുപോലെ ദീപ, നിശാന്ത്, പിന്നെ സുനിത ദേവദാസ്. പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറ്റത്തരം കാണിച്ച എന്താണ് അയാളുടെ പേര്, റെജി ലൂക്കോസ്, PN ഹക്സർ, പിന്നെ ഒരു തലയ്ക്ക് വെളിവില്ലാത്തൊരു പ്രൊഫസർ ജയരാജ്, അങ്ങനെയൊക്കെയുള്ള കുറേ എണ്ണം ഇപ്പം മുളപൊട്ടി വന്നിട്ടുണ്ട്. CPM-ൻ്റെ ജീർണതയാണത് കാണിക്കുന്നത് എന്നുള്ളത് അവരുടെ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ വനിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സുനിത ദേവദാസ്. അവർക്ക് സുനിത ദേവദാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ഇതുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ ഒരുപാട് സബ്സ്ക്രിപ്ഷനൊക്കെ ഉള്ള വലിയൊരു ചാനലാണ്. ആ ചാനൽ കഴിഞ്ഞ ദിവസം CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട്. CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാനുള്ള കാരണം അനാലിസിസ് എന്നും പറഞ്ഞിട്ടാണ് അവർ രംഗത്ത് വന്നത്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഞാനത് നോക്കിയപ്പോഴത്തേക്ക് അത് 36 മിനിറ്റ് 7 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. ഞാനത് കാണുമ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-നെ അനവസരത്തിലും അവസരത്തിലും എല്ലാം പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു കഥാപാത്രമാണല്ലോ ഈ വനിത. CPM-നെ പരമാവധി ആളുകൾ വിമർശിക്കുമ്പോഴും CPM-നെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അവർ 2021 എനിക്ക് തോന്നുന്നു അവർ കേരളത്തിൽ വന്ന് CPM-ൻ്റെ ചില തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ൽ ജനങ്ങൾ അകന്നു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാനതൊന്ന് നോക്കിയപ്പോൾ CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാനുള്ള 15 കാരണങ്ങൾ വളരെ കാര്യകാരണ സഹിതം സമയമെടുത്ത് ആ വനിത നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ പ്രശ്നം, ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്, ജനങ്ങൾ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച, റിയാസിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ, സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചില്ല. അങ്ങനെ ഒരു 10-15 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അവർ. എന്തിന്? CPM ജനങ്ങളിൽ നിന്ന് CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാനുള്ള കാരണമായിട്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോകൾ താഴോട്ട് ഞാനൊന്ന് നോക്കി. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 1.5 മാസം കാലമായതുകൊണ്ട് എനിക്കൊന്ന് ഏപ്രിൽ 3-ാമത്തെ ആഴ്ചയിലും കണ്ട് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജൂൺ 1-നാണ് അവസാനിച്ചത്. 7 ഘട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ജൂൺ 4-ലാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലത്തിലധികം തെരഞ്ഞെടുപ്പ് പ്രചരണമുണ്ടായിരുന്നു. അപ്പോൾ CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നുപോയത് സംബന്ധിച്ചിട്ടുള്ള വിശകലനം ഈ വനിത നടത്തിയിരിക്കുകയാണല്ലോ ഇപ്പോൾ. സ്വാഭാവികമായി അവർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്ത വീഡിയോകൾ എന്തായിരുന്നുവെന്നും ആ വീഡിയോയിൽ ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ചിട്ട് അവർ പരിഗണിച്ചിരുന്നു എന്നും ഞാനൊന്ന് പരിശോധിച്ച് നോക്കി. കാരണം CPM-ൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നു എന്ന് അവരിപ്പോൾ ഒരു വിശകലനം നടത്തണമെങ്കിൽ സ്വാഭാവികമായി ആ വിശകലനം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും അവർ നടത്തേണ്ടിയിരുന്നതായിരുന്നല്ലോ. അങ്ങനെയാണ് സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുക. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാതെ വയ്യ. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന ഏതാണ്ട് 1.5 മാസക്കാലം ഞാൻ നോക്കുമ്പോൾ അവരൊരു 60-65 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 60-ന് മേൽ വീഡിയോകൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ 60-ന് മേൽ വീഡിയോകളും ഈ സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഈ വനിത ചെയ്തത് ഞാൻ നോക്കുമ്പോൾ അതിൽ 100% BJP-ക്കെതിരായിട്ടുള്ള വീഡിയോകളാണ്. നല്ലതാണ്. BJP-ക്കെതിരായിട്ട് അവർ പറയുന്നത് ഇതിനകത്ത് തെറ്റൊന്നുമില്ല, അത് പറയാം, പ്രശ്നമില്ല. പക്ഷേ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ചെയ്ത ഒരൊറ്റ വീഡിയോയിൽ പോലും
CPM-നെ ഒരു വാക്കുകൊണ്ട് പോലും അവർ വിമർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 മാസക്കാലത്തിനിടയിൽ അവർ ചെയ്ത 60-ലധികം വീഡിയോകളിൽ ഒരു വീഡിയോയിൽ പോലും CPM-നെ കുറിച്ചിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോകളെല്ലാം തന്നെ BJP-ക്കെതിരാണ്, BJP-യെ ശക്തമായി വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ്. ആ വീഡിയോകളിൽ ബഹുഭൂരിപക്ഷത്തിന് 1-1.5 ലക്ഷം 2 ലക്ഷമൊക്കെ വ്യൂവർഷിപ്പും ഉണ്ട്. നല്ലത്, വരുമാനം കിട്ടട്ടെ, നമുക്കതിനകത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നും CPM-നെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഈ വനിത വിമർശിക്കാതിരിക്കുകയും CPM തോറ്റു കഴിയുമ്പോൾ CPM-ൽ നിന്ന് ആളുകൾ അകന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ മോട്ടീവിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുന്നത്. എന്താ ഇവരുടെ ഉദ്ദേശം? ക്ലിയറാണ്. CPM-ന് ഇപ്പോൾ എതിരാണ് ജനങ്ങൾ മുഴുവൻ. ആ അവസരം ഒന്ന് ഉപയോഗിക്കുക, കാറ്റുള്ളപ്പോൾ ഒന്ന് തൂറ്റുക. CPM-ൽ നിന്ന് ആളുകൾ അകന്ന് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ കുറച്ച് വ്യൂവർഷിപ്പ് അടിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുക. ഇത് മാത്രമാണ് ഈ വനിതയുടെ ലക്ഷ്യം. ഈ വനിതയ്ക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വീഡിയോയെങ്കിലും പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി, LDF-ൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ഒരു വീഡിയോ എങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു. അതവർ ചെയ്യാതെ ആ സമയത്ത് മുഴുവൻ CPM-നെ വെറുതെ വിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് CPM തോറ്റു തുന്നമ്പാടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ 10 പുത്തനുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഈ വനിതയ്ക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ടൊന്നും ഈ രംഗത്ത് നിൽക്കുന്ന സംവിധാനമൊന്നും അല്ല ഇതിനെപ്പോലുള്ളവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാനഡയിൽ ഇരുന്നുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വളരെ ചിരിച്ച് കളിച്ച് ആളുകളുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്ന നിലയിൽ ഇങ്ങനെ സംസാരിച്ച് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വനിതയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുഴുവൻ ഈ പറഞ്ഞ പിണറായി വിജയനെ അവർ ഒന്ന് തൊടുക പോലും ചെയ്യാതെ, ഒന്ന് ഒരു ചെറിയ വിമർശനം പോലും നടത്താതെ രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പോൾ പിണറായി വിജയനെതിരായി ജനങ്ങൾ ബഹുഭൂരിപക്ഷം തിരിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്തൊന്ന് ഇടപെട്ട് 10 പുത്തനുണ്ടാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഈ സുനിത ദേവദാസ് എന്ന കഥാപാത്രത്തിന് യാതൊരു രാഷ്ട്രീയവുമില്ല. CPM-ന്റെ ജീർണതയുടെ ചില പരിച്ഛേദങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇത് ദീപാ നിശാന്ത, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ജയരാജ, റെജി ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ മഴക്കാലത്ത് പൊട്ടിമുളയ്ക്കുന്ന തകര പോലെ പൊട്ടിമുളയ്ക്കുന്നതൊക്കെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ 10 കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സംവിധാനങ്ങളാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന തത്രപ്പാടാണ് ഈ തത്രപ്പാട്. അതിനിടയിൽ കൂടി CPM-നെ 1.5 മാസക്കാലം രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള ഈ തരം താഴ്ന്ന ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ സോഷ്യൽ മീഡിയ കാണുന്ന പ്രേക്ഷകർ ശരിയായ രീതിയിൽ വിലയിരുത്തണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.